പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ആമേൻ, സ്തോത്രം. ചരിത്രമായിട്ട് വായിച്ചു വിടുന്ന ഒരു ഭാഗമാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ ആ ഒരു വാചകം അവിടെ ചേർക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ പോയി കല്യാണം കഴിച്ചു, കൊച്ചുങ്ങളുണ്ട്, അത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ആ ഭാഗത്ത് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം 1:22 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. അതുകൊണ്ട് പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോട് താൻ ജനിക്കുന്ന ഏത് ആൺകുട്ടിയെ നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെ ജീവനോട് രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. അതിന്റെ പിന്നിലെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ മക്കൾ ആമേൻ, സ്തോത്രം, ശക്തിയോടെ മുന്നേറുന്നത് കാണുമ്പോൾ, അവര് പ്രബലരായിത്തീരുന്നത് കാണുമ്പോൾ, ആമേൻ, സ്തോത്രം, അവനെ അറിയാത്ത ഒരു രാജാവ്, ഇസ്രായേൽ മക്കളെ അറിയാത്ത രാജാവ്, അങ്ങനെയല്ലേ പുസ്തകത്തിന്റെ അവസാനം ആമേൻ, സ്തോത്രം, വന്നു. ആമേൻ, സ്തോത്രം. അവന് അറിയാം ഇതിങ്ങനെ വളർന്നു പോയാൽ ഇത് നേരെ, അതുകൊണ്ടാണല്ലോ ഇപ്പം ട്രംപും ചെയ്യുന്നത് അല്ലേ, ഇതിങ്ങനെ വളർന്നു പോയാൽ ഈ ഇവരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമേരിക്ക ബെറ്റർ ആക്കുക, ഗ്രേറ്റ് ആക്കുക എന്നുള്ള ചിന്ത. അപ്പൊ ഒത്തിരി പിന്നെ എന്തോ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒത്തിരി പിന്നെ ലോയ്സ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഇത് ഇവിടെ ചെയ്തത് ഇത് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇവരെ മുന്നോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവർ ജനസംഖ്യയിൽ വർദ്ധിച്ചു വരികയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ ആ ജനസംഖ്യ വർദ്ധിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ അത് വർദ്ധിച്ചു വന്നപ്പോൾ ഇതിനെ ചുരുക്കാൻ്റെത് ഏറ്റവും അത്യാവശ്യമാണ്. അതിനുവേണ്ടി അവർ ചെയ്തത് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നശിപ്പിക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവം വിളിച്ചു വേർതിരിക്കപ്പെട്ടത് എന്റെ ദൈവത്തിന്റെ ജനം, ആമേൻ, സ്തോത്രം, ഒരു വാഗ്ദത്തമൊക്കെ കൊടുത്ത് അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് ഒരു ദേശമാക്കി, രാജ്യമാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അവരെ രാജ്യമായി തീരുവാൻ തക്കവണ്ണം അവരെ പുറപ്പെടുവാൻ അല്ല, ആമേൻ, സ്തോത്രം, അല്ലേ, ഒരു ദേശത്ത് നിന്ന് പാർത്തു. അവിടെ ഒക്കെ വലിയ അത്ഭുതങ്ങൾ നടത്തി. ആമേൻ, ജോസഫിനെ കൊണ്ട് നടത്തി അത്ഭുതം നടത്തി. അതിന് നല്ല പേരൊക്കെ വന്നു. ആമേൻ, നല്ല അവരുമായുള്ള സൗഹൃദം പുലർത്തി. ആമേൻ, സ്തോത്രം, ഈജിപ്തിലായിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഈജിപ്തിലെ ഫറവോൻ ഇത് മനസ്സിലാക്കിയിട്ട്, അത് മനസ്സിലാക്കി പറയാൻ കാരണം അവരെ അറിയാത്തൊരു രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വന്നിട്ട് ആമേൻ, സ്തോത്രം, ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ആദ്യം കൽപ്പന പുറപ്പെടുവിച്ചത് എന്താ പുറപ്പെടുവിച്ചത്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുക. സ്തോത്രം. ദൈവമക്കളെ, പിശാച് പദ്ധതി ഇടുന്നത് ചെറുതാണെങ്കിലും, ആമേൻ, സ്തോത്രം, ആ ചെറിയൊരു പദ്ധതിക്ക് പിശാചിന് വലിയൊരു പദ്ധതിയുടെ, ആമേൻ, സ്തോത്രം, ഒരു കൺക്ലൂഷൻ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് ചെറുതാണെന്ന് വിചാരിച്ച് അതിനെ മാറ്റിക്കളഞ്ഞാൽ അത് മൂടോടെ പിഴുതു കളയുന്ന, തന്റെ ജനത്തെ മുഴുവനും തകർത്ത് കളയുന്ന ഒരു പദ്ധതിക്ക് ശത്രു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ആ ചെറുതിനെ വലുതായി കണ്ടിട്ട്, ആമേൻ, സ്തോത്രം, അതിനെതിരെ നിൽക്കുവാൻ ദൈവസഭയും ജനവും തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇത് അത്ര ചെയ്തുള്ളൂ ഇവിടെ. ആമേൻ, ഹല്ലേലൂയ. ഓ, അവൻ പുറപ്പെട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. അതിന് കുറച്ചു കാലം കഴിയുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പറയുകയല്ല. മറിച്ച് ഇത് മുളയിലെ നുള്ളുക എന്ന് പറയുന്നത് പോലെ, അവൻ ജനിക്കുന്ന സമയത്ത് തന്റെ ആൺകുഞ്ഞുങ്ങളെ തകർത്ത് കളയുന്നത് ചെറിയ വിഷയമാണെന്ന് തോന്നിയാലും, നമ്മളെയൊക്കെ ബാധിക്കുന്നതാണെന്ന് തോന്നിയാലും, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നൊക്കെ തോന്നിയാലും, ആ ചെറുതിൽ ആ ശത്രുവിന്റെ പദ്ധതിയെ പൊളിക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ അവന്റെ വലിയ പദ്ധതിക്ക് തടയിടുന്നത് തുടക്കത്തിലേ ആയിരിക്കണം. ആമേൻ, സ്തോത്രം. തിരിച്ചും അങ്ങനെയാ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചെറിയ പദ്ധതിയിൽ നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം ചില അധികമായ പദ്ധതികൾ നമ്മളെ ഏൽപ്പിക്കാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവയെ ചെറിയ പദ്ധതിയിൽ നാം വിശ്വസ്തരാണെങ്കിൽ, ആമേൻ, സ്തോത്രം, വലിയ പദ്ധതിക്കായി ദൈവം നമ്മളെ ഒരുക്കുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. എല്ലാവർക്കും അറിയാം ഗിദെയോന്റെ ചരിത്രം. ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, സ്തോത്രം, ഓരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഗിദെയോന്റെ സമയം വന്നപ്പോൾ അവൻ ഇതൊക്കെ കണ്ട് ആകപ്പാടെ മനം എടുത്ത്, ഓ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വിളവ് വരുന്നവരെ ഒരു കുഴപ്പവുമില്ല, അല്ലേ? വിളവാകുന്ന സമയം മിദ്യാന്യർ വന്നിട്ട് ഈ വിളവെല്ലാം തട്ടിക്കൊണ്ടു പോകുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആമേൻ, എത്ര ഭാരമേറിയ അനുഭവം. ദൈവമക്കളെ, ഇന്നും ദൈവസഭയും അല്ലെങ്കിൽ മറ്റുള്ള സഭകളോ അല്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന വേദന, ആമേൻ, സ്തോത്രം, വിളവ് പ്രാപിക്കുന്ന ചിലതിനെ
വളർത്തിക്കൊണ്ടുവരും. വിളവ് പ്രാപിക്കുമ്പോൾ ശത്രു തകർത്ത് കളയുന്ന നന്മകൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരും. അത് സ്വന്തം അതിന്റെ പദ്ധതി പൂർണ്ണതയിലെത്തുമ്പോൾ അതിനെ തകർത്ത് ഇല്ലാതെയാക്കുന്ന ചില പദ്ധതികളുമായി ശത്രു കൊണ്ടുവരുമ്പോൾ അതിനെ നോക്കി മൗനമായിരിക്കുവാനല്ല, അവൻ നിന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടുകൂടെ നീ വിശ്വസ്തയോടെ അവൻ ആ ചെറുത് നീ പരിപാലിക്കുന്നെങ്കിൽ വലിയതിൽ നിന്നെ കാര്യസ്ഥനാക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്താ അവൻ ചെയ്തത്? മറ്റാരെയും നോക്കിയില്ല. അവന് കിട്ടിയതായ സ്തോത്രം ഫലം അവൻ നേരെ കൊണ്ടുവന്നേച്ച് ആരും കാണാതെ അതൊക്കെ ട്രിക്ക ആക്കിക്കോ, നടത്തിക്കോ. മുന്തിരിച്ചക്കിന്റെ അരിയെ കൊണ്ടുപോയി ഗോതമ്പ് വെതിക്കുക. അപ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ. ദൈവത്തിലെ സകലം തകർത്ത് കളയുവാൻ നമ്മൾ ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ അനുഗ്രഹങ്ങളെ, തലമുറകളെയും അവകാശങ്ങളെയും അവന് നന്മ അനുഭവിക്കാൻ തക്കവണ്ണം കഴിയാതെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതിയിടുമ്പോൾ എന്റെയും നിന്റെ ഏൽപ്പിച്ചൊരു അഭിഷേകമുണ്ട്. അവൻ ആ അഭിഷേകത്തെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. അത് നിന്റെ അവകാശമാണ്. കർത്താവ് പറയുന്നുണ്ട്, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ശത്രുവിന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. അത് ദൈവം തന്നെ അവകാശമാ. അത് പ്രാപിച്ച ദൈവവൈദ്യരെ ആ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ആരും കാണാതെ ആ അഭിഷേകത്തെ നീ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്നവരോ പിറുപിറുക്കുന്നവരോ അതിനെ കൂടി ശങ്ക കൂടുന്നവരോ നിരാശപ്പെടുന്നവരായി തീരാതെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രാപിച്ച ദൈവകൃപ, എന്നിൽ ഏൽപ്പിച്ച അഭിഷേകം, എനിക്ക് തന്ന വാഗ്ദത്തത്തെ ഞാൻ ഒളിച്ചു വെച്ചുകൊണ്ട് അത് ബലിക്കുവാൻ നീ തയ്യാറായാൽ ഈ ബലത്തോടെ അയക്കുവാൻ ഒരു കർത്താവ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരുവൻ വന്നേച്ച് പറഞ്ഞു, സ്തോത്രം ഗിദെയോനെ, ഞാൻ നിന്നെ കണ്ടിരിക്കുക. നിന്നൊറ്റയ്ക്ക് ഈ മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കാൻ പോകും. അപ്പോൾ അങ്ങ് ആവലാതിയാ അല്ലേ? എന്താ ആവലാതി? ഞാന് എന്റെ പ്രവാചക, എന്റെ ദൈവം, ഞാൻ ആകപ്പാട് ചെറിയൊരു കുലമാണ്. എടാ, നീ ചെറിയ കുലം മതി, പക്ഷെ നീ അല്പത്തി വിശ്വസ്തന. നിനക്ക് വലിയ പേരും പെരുമയൊന്നുമില്ല, പക്ഷെ നാട്ടുകാർ നിന്നെ പഴിക്കുമായിരിക്കും, നിന്ദിക്കുമായിരിക്കും. പക്ഷെ നിന്റെ അല്പത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ചെറിയ പ്രാർത്ഥനയെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വേർപാടിനെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ഹൃദയത്തിലെ ഇടുപ്പുകളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. പറയുന്ന ദൈവം തമ്പുരാൻ നിന്റെ വിശ്വസ്തത എന്ന് എണ്ണിക്കൊണ്ട് നിന്നെ ഫലമേൽപ്പിക്കുമ്പോൾ അവന്റെ ബലം, അവന്റെ ശക്തി നിന്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിക്കുന്നത് എന്താണെന്ന് നീ ചോദിക്കുമ്പോ തന്നെ പറയുക, നീ ഇത് കൈവശമാക്ക്. ചിലതിനെ കൈവശമാക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആത്മീക കൃപകളും കൃപാവരങ്ങളും ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നത് ഒരു വിശ്വസ്തതയാ. അല്പത്തിൽ നീ വിശ്വസ്തനാകുന്നെങ്കിൽ സഭയിലെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. പൊതുവിൽ പറയേണ്ടത്, അല്പത്തിൽ ചില വിശ്വസ്തത കാണിക്കുന്നെങ്കിൽ അധികത്തിൽ നിന്നെ കാര്യസ്ഥനാക്കി ഒരു ശത്രു നിന്നെ തൊടാതെ വണ്ണം നിന്നെ തകർത്ത് കളയുന്ന ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി എന്റെ കർത്താവിനുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് എഴുന്നേൽക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഭവിക്കുന്ന എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ ചെറിയ കുലമാ, എനിക്ക് പറ്റത്തില്ല. സ്തോത്രം ഗിദെയോൻ, ഇതൊന്നും അല്ല ഞാൻ കണ്ടത് നീ ആരും അറിയാതെ. ഒന്ന് ചിന്തിച്ചു നോക്കി, എല്ലാം അടിച്ചോണ്ട് പോകുമ്പോ എന്റെതിനെ ഞാൻ വിട്ടുതരത്തില്ല. എന്റെതിനെ ഞാൻ വിട്ടുതരത്തില്ല. എനിക്കൊരു വാഗ്ദത്തമുണ്ട്. എന്റെ അവകാശത്തിന് മേൽ ദുഷ്ടൻ ചെങ്കോൽ വെക്കുകയില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, ചിന്തിക്കരുത്. അത് സൗഖ്യമായ നന്മയ അനുഗ്രഹമായി പ്രാപിച്ചില്ല എങ്കിലും പ്രൈസ് ദി ലോർഡ്, ആ വലിയ വാഗ്ദത്തത്തിന് ഉടമകളായി തീരുവാൻ തക്കവണ്ണം അവരെ വാർത്തെടുക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിനായി ഏൽപ്പിച്ചിരിക്കുന്ന തന്നിരിക്കുന്ന അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ഈ ദിവസങ്ങളിൽ അത് മെതിക്കുവാൻ, അത് പ്രയോജനപ്പെടുവാൻ, കിട്ടിയിരിക്കുന്ന ദൈവകൃപ ഇരിക്കാനല്ല, ആരും കാണുന്നത് ഒളിച്ചു വെക്കാനല്ല, അത് മെതിക്കണം. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? മുന്തിരിച്ചക്കിന്റെ ഇല കൊണ്ട് അവൻ മെതിക്കുന്നല്ലേ? അവൻ മെതിക്കുക. ഇച്ചിരി കഷ്ടപ്പാടാ.
ഗോതമ്പ് ചക്കിനരി പെട്ടെന്ന് അങ്ങ് മെതിച്ചങ്ങ് എടുക്കാമായിരുന്നു. പക്ഷേ മുന്തിരിച്ചക്കിന്റെ അരിയെ കൊണ്ടുവന്ന് ആരും കാണാതെ മെതിച്ചെടുക്കണമെങ്കിൽ സ്വല്പം പ്രയാസമാ. ചില ത്യാഗങ്ങൾ നാം സഹിക്കുന്നെങ്കിൽ, അല്പത്തിൽ വിശ്വസ്തരായി ചില ത്യാഗങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിൽ നാം കാണിക്കുന്നെങ്കിൽ, അധികത്തിൽ വിശ്വസ്തരാക്കുവാൻ എന്റെ ദൈവം ശക്തനാ. കർത്താവ് പറഞ്ഞു, ഈ ബലത്തോടെ നീ പൊയ്ക്കൊള്ളുക, ഞാനൊരു ബലം നിന്നെ കൽപ്പിക്കുകയാ, ആ ബലം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ, ആമേൻ, സ്തോത്രം, അല്ലേ, അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ശാന്തമായ ഒരു വിളി നമുക്ക് കാണാൻ കഴിയാറില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ശമൂവേലിനെ കുറിച്ച് അല്ലേ, ശമൂവേലേ എന്ന് വിളിച്ചപ്പോ അവൻ ചോദിച്ചു, ഏലിയെ വിളിക്കാമോ എന്ന് ചോദിച്ചു. ഇല്ല, ശാന്തമായൊരു വിളിക്ക. അവൻ അതിൽ വിശ്വസ്തനായി. ആരെയും വിളിച്ചോട്ടെന്ന് പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിയതല്ല, അല്ലേ? ആ വിളക്കിന്റെ കീഴിൽ പിന്നെയും ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുക. ആ വിളി, ആ ശാന്തമായ വിളി, ആ ചെറിയ ഒരു പദ്ധതി, അവൻ ആ വിശ്വസ്തനായിരുന്നിട്ട്, ആമേൻ, സ്തോത്രം, എന്തിനാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ വിശ്വസ്തനായതുകൊണ്ട് രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ഒരു ചെറുതിനെ തുച്ഛീകരിക്കാത്തവര്, അല്പത്തിൽ വിശ്വസ്തനായി അധികത്തിൽ കാര്യസ്ഥനാക്കുവാൻ എന്റെ കർത്താവിന് ഒരു പദ്ധതി. പിശാച് തന്നെ ചെയ്യും. പിശാച് തന്നെ ചെറിയ പരിപാടികളൊക്കെ ഇട്ടുകൊണ്ട് വരും. സാരമില്ല, അല്ലേ, ചെറിയൊരു കോംപ്രമൈസ്, ആമേൻ, സ്തോത്രം, സാരമില്ല എന്ന് പറഞ്ഞ് മാറാനല്ല. പ്രൈസ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേൻ, സ്തോത്രം, അല്പം, ആമേൻ, സ്തോത്രം, പിശാച് കൊണ്ടുവന്നൊരു അല്പം ഭയമുണ്ട്, അല്പം അവിശ്വാസമുണ്ട്, അല്ലേ? എന്താ കൊണ്ടുവന്നേ? എല്ലാ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോവുക, ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുക. പ്രൈസ് ദി ലോർഡ്. ആ ജനത്തിന്റെ ഇടയിൽ ഒരു ഭയം ഉണ്ടായി, ഒരു അവിശ്വാസം ഉണ്ടായി. കർത്താവേ, നീ ഞങ്ങളെ ഇതിനെല്ലാം പാടുപെട്ട് ചെങ്കടലൊക്കെ മരത്തി ഇങ്ങ് കൊണ്ടുവന്നത് എന്തിനാ? ഇവിടെ വന്ന് ഞങ്ങളെ ആൺകുഞ്ഞുങ്ങളെ തകർത്ത് കളയാനാണോ? ഒരവിശ്വാസം ഉണ്ടായി. വാക്തത്വം എന്തിയെന്നൊക്കെ നമ്മളെ ഇത്രയും ചോദിക്കാമെങ്കിൽ പിന്നെ അവര് ഈ കാര്യം ചോദിക്കുന്നില്ല, വലിയ പരാതി ഒന്നും പറയില്ലേ. അവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. നമുക്കിതെല്ലാം 66 പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ, ആയിരക്കണക്കിന് വാക്തത്വം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് ചോദ്യം ഇതൊക്കെ തന്നെ. പക്ഷെ ആ പാർട്ടികൾ ഇതൊന്നും ചോദിക്കാതെ അവന് അവിശ്വാസം ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ ഭയം ഉണ്ടായിരുന്നു. ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു സംശയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്നാൽ ഈ പിശാചിന്റെ അല്പത്തെ നീ വെറുക്കാൻ തയ്യാറായ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് ദൈവത്തിന്റെ അധികത്തെ പിടിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഒരു പേരൻസും അല്ലെങ്കിൽ ഒരു യുവാക്കളും ചാടിക്കേറി കല്യാണം കഴിക്കാൻ തുനിയത്തില്ല. ഹലോ, അല്ലേ? ഹലോ, പോട്ടെ, കല്യാണം കഴിച്ചോ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ. ഹലോ, ഹലോ, ഞാൻ പ്രാക്ടിക്കലായിട്ട് ചോദിക്കും. ഓർഡർ കിടക്കിയ ഫറവോന്റെ ഏതെങ്കിലും ഭവനത്തിൽ ഒരാൺകുഞ്ഞ് പിറന്നാൽ, ആമേൻ, സ്തോത്രം, അവരെ വെട്ടിക്കളയണമെന്ന് ഫറവോന്റെ കൽപ്പന, രാജ്യത്തിന്റെ രാജാവിന്റെ കൽപ്പന കിടക്കുമ്പോൾ, ഇത് ശത്രുവിന്റെ ചെറിയ പദ്ധതിയാണെന്ന് പറഞ്ഞ് ഒതുക്കി മാറ്റി നിർത്താനല്ല, അവൻ തന്റെ ഇടത്തോടെ അവൻ എഴുന്നേറ്റ് ലേവ്യ ഗ്രഹത്തിൽ പോയി ഒരു കന്യകയെ പരിഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവരോട് ചോദിക്കും, നിന്നെ ഈ പ്രേരണയ്ക്ക് കാര്യമാക്കിയത് എന്താ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, അല്ലേ? ആമേൻ. ഫറവോന്റെ കൽപ്പന ആൺകുഞ്ഞിനെ കൊല്ലുവാൻ ഇരിക്കുമ്പോൾ നിന്നെ പ്രേരണമാക്കിയത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് ആർക്കും വലിയ പ്രസക്തി ഒന്നുമില്ല, പേര് പോലും ഇല്ല, അല്ലേ? ഒരു ലേവ്യ വീട്ടിൽ ചെന്നേച്ച് അവന്റെ സ്വന്തം ഭവനത്തിൽ അവൻ ഇറങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു, വിവാഹം കഴിച്ചു. ഈ കൽപ്പനയെ മറുത്തുകൊണ്ട് എനിക്ക് ജനിക്കുന്നത് ആണായിരിക്കാം, അല്ലേ? എനിക്ക് ജനിക്കുന്ന ആണായിരിക്കാം, പക്ഷേ ആണായാലും പെണ്ണായാലും, പ്രൈസ് ദി ലോർഡ്, ഈ ശത്രുവിന്റെ ചെറിയ പദ്ധതിയെ തകർക്കുന്ന ഒരു ആത്മീക അഭിഷേകത്തിന്റെ കാഴ്ചപ്പാട് ദൈവം തമ്പുരാന്റെ ഹൃദയത്തിൽ കൊടുത്തു. ആമേൻ, സ്തോത്രം. ലേവ്യ പുരുഷനെ, നിന്റെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഈ ദേശത്തെ വിടുവിപ്പാൻ ഒരു ഡെലിവററെ, ഒരു പുറപ്പെടുവിക്കുന്ന ഒരു നേതാവിനെ, അവരെ വീണ്ടെടുക്കുന്ന ഒരുവനെ അവൻ നിന്നിൽ കണ്ടിരിക്കുകയാണെന്ന് ഒരു അഭിഷേകം, ഒരു കാഴ്ചപ്പാട് അവന് ലഭിക്കാനിടയായി. സ്തോത്രം. ഈ അല്പത്തെ വളരെ ശക്തിയോടെ, വിശ്വസ്തയോടെ അവൻ ഏറ്റെടുത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രസക്തി ഇല്ലാത്തവനാണ് അവൻ പ്രസക്തിയാകിയത് ഇതുകൊണ്ടാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്.
അവൻ പ്രസക്തിയായത് ഇസ്രായേൽ ദേശമക്കൾക്ക് പ്രശസ്തിയാകാൻ കാരണം ഈ ഒരൊറ്റ കാരണമാണ്. ആരും അറിയാത്തവൻ, ആരും ചെയ്യാത്തൊരു പ്രവൃത്തി, സാത്താന്റെ ചെറിയ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് അവൻ എഴുന്നേൽക്കുവാൻ തയ്യാറായെങ്കിൽ, വെറുതെ എഴുന്നേറ്റത് അവനോട് ചോദിച്ചാൽ അവൻ പറയും, ഞാൻ ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ ദേശത്തിലെ രാജാവിന്റെ കൽപ്പനയെ ഞാൻ അംഗീകരിക്കുകയില്ല. ലോകത്തിന്റെ രാജാവിന്റെ കൽപ്പന നിനക്കെതിരെ കടന്നു വരുമ്പോഴും അതിനെതിരെ ഉയർന്നു നിൽക്കുന്ന ദൈവിക കൽപ്പനയാകുന്ന ആ അഭിഷേകത്തിൽ നിന്നോട് സംസാരിച്ച ചില വാഗ്ദത്തത്തിനായി നീ എഴുന്നേൽക്കുവാൻ, ശത്രുവിന്റെ ചെറിയ പദ്ധതികളെ പൊളിച്ച് നീ എഴുന്നേൽക്കുന്നുവെങ്കിൽ അധികത്തെ പിടിക്കുവാൻ ലേവ്യ പുരുഷനെ ഞാൻ നിന്നെ കാര്യസ്ഥനാക്കും. എബ്രായർ 11:23 വാക്യം വായിക്കാമോ? എബ്രായർ 11:23. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ ഇവൻ ചെയ്തതെല്ലാം രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ. ഇന്ന് ചെറിയൊരു ഭയം മതി നമുക്ക്. നമ്മളെ അലട്ടുമ്പോൾ ഈ രാജാവിന്റെ കൽപ്പനയേക്കാൾ ഉയരത്തിലുള്ള ദൈവത്തിന്റെ, ലോകത്തിന്റെ അല്ലെങ്കിൽ എല്ലാത്തെയും ഭരിക്കുന്ന ദൈവമാകുന്ന രാജാവിന്റെ കൽപ്പന അവന്റെ ഹൃദയത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല, അനങ്ങാതിരിക്കാൻ കഴിയില്ല. രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ ഒരു ലേവ്യ പുരുഷൻ അവന്റെ ഭവനത്തിൽ നിന്ന് അവൻ പുറപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കൽപ്പന വന്നതോടെ ആരും പുറത്തിറങ്ങുന്നില്ല അല്ലേ? ആമേൻ. വിവാഹം കഴിച്ചവരൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൽപ്പന ഇട്ടപ്പോൾ, എന്റെ വിശ്വാസം, ഈ കൽപ്പന ഇട്ടപ്പോൾ അന്ന് 1 വയസ്സിന് താഴെയുള്ള, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു 1 വയസ്സിന് താഴെ. കാരണം ഇവിടെ ആൾറെഡി കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്, പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ ഇല്ലയോ? 72 എണ്ണം അങ്ങോട്ട് വന്നേച്ച് ഇതിപ്പോ എത്ര ലക്ഷക്കണക്കിന് ഇങ്ങോട്ട് വന്നിരിക്കുക, ഇങ്ങോട്ട് കനാലിലോട്ട് കയറി ഈ മരുഭൂമിയിലോട്ട് പോയിരിക്കുക. പ്രൈസ് സ്തോത്രം. ഹല്ലേലൂയ. ഈജിപ്റ്റ് വന്നിരിക്കുക. ഇവിടെ വന്നിരിക്കുമ്പോൾ പുറപ്പാട് ഇസ്രായേൽ മക്കൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കറിയാം ഇതിങ്ങനെ പോയാൽ ഈ ജനിപ്പെരുപ്പം തടയാനൊക്കത്തില്ല. ഇപ്പൊ ജനിച്ച കുഞ്ഞുങ്ങൾ എന്നാ ഒരു ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ ഇനി മുതൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു അല്ലേ? ഈ ലേവ്യ പുരുഷൻ മാത്രമല്ല, ഉത്തം പോലെ കുഞ്ഞുങ്ങളുടെ. ഇതിന്റെ അർത്ഥം 1 വയസ്സിന് താഴെ. അതിന്റെ അർത്ഥം ആ വയസ്സിൽ ജനിച്ചവർ മൊത്തം ഇപ്പോഴൊന്നുമില്ല. അവൻ ഫറവോൻ ബുദ്ധിമാനാ. കാരണം ഇപ്പൊ പറഞ്ഞ ആരും കുഞ്ഞുങ്ങളെ പരിഹരിക്കാനൊന്നും പോകത്തില്ല അല്ലേ? അവർക്ക് വിവാഹം കഴിച്ചെങ്കിൽ അവൻ വീട്ടിൽ തന്നെ ഇരിക്കുക, സകല സ്വന്തമായിട്ടെല്ലാം ഭദ്രമായിട്ടിരിക്കുക, എല്ലാം ഒരു ഉറപ്പുണ്ടല്ലോ. എന്നാൽ ഈ ഫറവോൻ അറിയാം ഇവന്മാർ അതും ചെയ്യും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും. ഇപ്പോൾ 1 വയസ്സിന് താഴെയുള്ളതിനെ സകല ഭവനങ്ങളും കൊട്ടടച്ചിരിക്കുമ്പോൾ, ആരും പുറത്തിറങ്ങാൻ ഭയപ്പെടുമ്പോൾ ഒരുവൻ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു. ആ ചിത്രവും ചിന്തിച്ചു നോക്കിക്കേ. ഒരുവൻ ആ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു. എന്തിനാ നീ പോകുന്നേ? വീട്ടുകാരവനെ തടഞ്ഞു, നാട്ടുകാരവനെ തടഞ്ഞു, സ്വന്തക്കാരവനെ തടഞ്ഞു. അവൻ പറഞ്ഞൊരു പദമുണ്ട്, ദൈവം ഒരു ഡെലിവററെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അതിന്റെ ഹൃദയത്തെ ഒരു അഭിഷേകം എന്റെ കർത്താവ് തന്നെങ്കിൽ ഒരു ലോകത്തിന്റെ രാജാവിന് വന്ന് തകർത്ത് കളയാൻ കഴിയുകയില്ല. എനിക്കറിയാം ഈ ശത്രുവിന്റെ ചെറിയ പദ്ധതിയിൽ നാം മിണ്ടാതിരുന്നാൽ അധികത്തെ ശത്രു കീഴടക്കി ഇത് മുഴുവനും പിഴുതുകളയുമെന്ന് അവൻ നന്നായി അറിയുന്ന ലേവ്യ പുരുഷൻ അവൻ എഴുന്നേറ്റ് ഒരു ഭാര്യയെ കണ്ടുപിടിച്ച് അവൻ പ്രൈസ് ദി ലോർഡ് അതിലൊരു കുഞ്ഞുണ്ടാകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് പ്രൈസ് എങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രൈസ് ബറക്കത്ത് ചെയ്യാൻ ഒരുവൻ എഴുന്നേറ്റേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ വീട്ടിൽ അവനോട് കൂടെ ചെല്ലുവാൻ ആരുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ അവൻ എഴുന്നേൽക്കണമായിരുന്നു. ദൈവങ്ങളെ, ഇന്ന് രാത്രിയിൽ എന്റെ ദൂതിത ദൈവത്തിന്റെ ചില അത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മൾ എഴുന്നേറ്റേ മതിയാകുള്ളൂ. ആരും കൂടെ കണ്ടില്ലെങ്കിൽ സാധാരണ ചെറിയ പദ്ധതികൾ അത് നമ്മൾ ഒരുപക്ഷെ അത് ഇഗ്നോർ ചെയ്യുന്ന ചില പദ്ധതികളായിരിക്കാം. ആ പദ്ധതികൾക്ക് വേണ്ടി ആ പദ്ധതികളെ അതുപോലെ വിട്ടാൽ അത് മൂടുകൂടെ പിഴുതുകൊണ്ടു പോകുന്ന ചില അനുഭവങ്ങൾ സഭയിലും വീടുകളിലും ഉണ്ടാകാതിരിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ അഭിഷേകം പ്രാപിച്ച
വാഗ്ദത്തം പ്രാപിച്ച ദൈവമൈതലേ, ആമേ സ്തോത്രം, എഴുന്നേറ്റ് പുറപ്പെടേണ്ട കാലമായി. അവൻ ഇനി അടങ്ങിയിരിക്കാനുള്ള കാലമല്ല. ആമേ സ്തോത്രമായി നമുക്കൊന്ന് ഒരുങ്ങാം ദൈവമക്കളെ. ഹല്ലേലൂയ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ സ്തോത്രം, മോശയുടെ ചരിത്രം തുടങ്ങുന്നത് മുമ്പ്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആ പിതാവിന്റെ ചരിത്രം അവിടെ തുടങ്ങിയ പ്രൈസ് പരിശുദ്ധാത്മാവ് അവനെ ഒരിക്കലും മറക്കത്തില്ല. ആമേ സ്തോത്രം, മക്കൾ ജനിക്കാൻ പറ്റില്ലെന്ന് നാട്ടിൽ നിയമം പറഞ്ഞപ്പോൾ, ആമേ ദൈവത്തിന്റെ സമയമായെന്ന് പറഞ്ഞ് ഉള്ളം കത്തുന്ന ഒരു പുരുഷൻ. ഇവിടെയാണ് ആത്മീയ ഉണർവുണ്ടാകുന്നത്. അല്ലാതെ പാടുമ്പോൾ ഒരു ഉണർവല്ല ആത്മീയ ഉണർവ്, ഉള്ളം കത്തുന്ന ഒരു ഉണർവുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. ഈ ഉള്ളം കത്തുന്ന ഒരു ഉണർവുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ആരും വീട്ടിൽ നിന്ന് ഇറങ്ങാതെ, ആമേ, മക്കൾ ജനിക്കാൻ പറ്റത്തില്ലെന്ന് നാട്ടിലെ നിയമം പറഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ സ്തോത്രം, അതിനെതിരെ നിൽക്കുവാൻ കഴിയാതെ, ആമേ സ്തോത്രം, ഉള്ളം കത്തിയ ഈ പുരുഷൻ അവൻ എഴുന്നേറ്റ്, ആമേ സ്തോത്രമല്ലേ, ഒരുവൻ പുറപ്പെടുന്നു. ഹൃദയത്തിൽ, ആമേൻ, അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. അതാരും കൊണ്ടിട്ടതല്ല, ദൈവം തമ്പുരാൻ കൊണ്ടിട്ടു. ആമേ പ്രിയ മകനെ, ഒരു ആമേ സ്തോത്രമല്ലേ, ഒരു വീണ്ടെടുപ്പുകാരൻ നിന്റെ ഭവനത്തിൽ ഉരുവാകാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അടങ്ങിയിരിക്കും. ഏത് കൽപ്പനയായാലും എന്ത് അല്ലേ, ചിന്തിച്ചു നോക്കിക്കേ. അവന്റെ ഹൃദയത്തിൽ ദൈവം സംസാരിച്ചു. ആമേ സ്തോത്രം, ആരും വിവാഹം കഴിക്കാനോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനോ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ നീ ഈ പ്രക്രിയ ചെയ്തതിന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ അവൻ പറയും, എന്റെ ഹൃദയം കത്തുക. നീ എന്തിനാ പാടുന്നേ? എന്റെ ഹൃദയം കത്തുക. നീ എന്തിനാ തുള്ളുന്നേ? എന്റെ ഹൃദയം കത്തുക. അവൻ വീട്ടിൽ പ്രതിസന്ധി ഇല്ലേ? ഉണ്ടല്ലോ. പ്രയാസങ്ങളില്ലേ? ഉണ്ടല്ലോ. പിന്നെ നീ എന്തായി പാടുന്നേ? എന്റെ ഹൃദയം കത്തുക. കാരണം എന്റെ ഹൃദയത്തിനകത്ത്, ആമേ ഹല്ലേലൂയ, ഒരു പ്രൈസ് തൊള്ളി ആലോചന എന്റെ കർത്താവ് കൊണ്ടിട്ടിരിക്കുക. ഒരുവൻ ഇതിനകത്ത് എഴുന്നേൽക്കും. ദൈവസഭേ, നമുക്ക് ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കേണ്ട സമയമായി. ഹല്ലേലൂയ. രാജാവിന്റെ കയ്യിൽ നിന്ന്, ആമേ, ദേശത്തിലേക്ക്, ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ, ഈ സ്തോത്രം, ഈ ലോകത്തിന്റെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ദേശത്തിലേക്ക് പോകുവാൻ, വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിളി നമുക്ക് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതറിഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഒന്നും അറിയത്തില്ലെങ്കിലും, നീ വലിയ ഫേമസ് ഒന്നും അല്ലെങ്കിലും, ഞാൻ വലിയ ഫേമസ് ഒന്നും അല്ലെങ്കിലും, പ്രസംഗിക്കാൻ അറിയത്തില്ല, പാടാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെങ്കിലും നിന്റെ ഹൃദയത്തിനകത്തൊരു കത്തലുണ്ടെങ്കിൽ, യെസ്, ലോകത്തിന്റെ രാജാവ്, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി, ഇവിടുന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം സമയമായെന്ന്, വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാൻ സമയമായെന്ന് പറയുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല. ഈ ദിവസങ്ങളിൽ അകത്ത ഹൃദയത്തിനകത്തൊരു കത്തലുണ്ടായി. ഈ ദിവസങ്ങളിൽ ചേർക്കേണ്ടവരെ ചേർക്കുവാൻ, വീണ്ടെടുക്കേണ്ടവരെ വീണ്ടെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതിനാ ദൈവം നമ്മളെ, ആമേൻ, സ്തോത്രം, ഇതിനകത്തോട്ട് വിളിച്ചു വേർതിരിച്ചത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. വിളിച്ച വിളിയുടെ ആശ ഇന്നതൊന്ന് മനസ്സിലാക്കി. അതാണല്ലോ പൗലോസ് പറയുന്നത്. വിളിച്ച വിളിയുടെ ആശ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ സഭ, വ്യക്തി ജീവിതങ്ങൾ ഉണരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രൈസ്, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രമേ ഉള്ളൂ. ദൈവങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, സാത്താന്റെ ചെറിയ പദ്ധതികളെ കണ്ടിട്ട് ഓ സാരമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുവാനുള്ളവരല്ല ദൈവമക്കൾ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മറ്റെല്ലാവരും തടഞ്ഞാലും, അതിന് സാധ്യതയില്ലെന്ന് പറഞ്ഞാലും, മറ്റുള്ളവരെല്ലാവരും വെറുത്താലും, ആമേൻ, നിന്റെ ഹൃദയത്തിനകത്തൊരു കത്തൽ, ആമേൻ, സ്തോത്രം, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഇല്ല, തന്നിട്ടാ വിളിച്ചു വേർതിരിച്ചത്. ആ ഹൃദയത്തിന്റെ കത്തൽ മൂലം നീ അവിടുന്ന് എഴുന്നേറ്റേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. എന്തിനാ എഴുന്നേൽക്കുന്നത്? ഈ ശത്രുവിന്റെ ഈ ചെറിയ പദ്ധതിയെ തകർക്കുവാൻ. സ്തോത്രം. ഉദാഹരണം വേണം. ഹല്ലേലൂയ. ദൈവങ്ങളെ, നമുക്കത് സാധ്യമല്ലെന്ന് പലപ്പോഴും ചിന്തിച്ചാൽ, ആമേൻ, ശത്രുവിന്റെ ചില ചെറിയ പദ്ധതികളുണ്ട്. അത് കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് ഭിന്നത കൊണ്ടിടുവാൻ, ആമേൻ, അരിഷ്ടിതാവസ്ഥ കൊണ്ടിടുവാൻ, ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുവാൻ, മാനസികമായി തകർത്ത് കളയുവാൻ, ഇതൊക്കെ ചെറിയ ചെറിയ പദ്ധതികളായിട്ട് കടന്നു വരുമ്പോൾ ഇത് മനസ്സിലാക്കി, ആമേൻ, സ്തോത്രം, അഭിഷേകം പ്രാപിച്ച ദൈവത്തിലെ
നീ ഭവനത്തിൽ എഴുന്നേറ്റേ മതിയാകും, സഭയിൽ എഴുന്നേറ്റേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. അതൊരുപക്ഷേ ഈ ലോകത്തിന്റെ രാജാവ്, ഈ ലോകത്തിന്റെ നിയമങ്ങളൊക്കെ നിനക്കെതിരായിരിക്കും. ചുറ്റുപാടുമുള്ളവർ, വീട്ടുകാർ പറയില്ല, പറ്റത്തില്ലെന്ന് പറഞ്ഞേക്കാം. എന്നാൽ അഭിഷേകം പ്രാപിച്ച ഹൃദയത്തിനകത്ത് കത്തലുള്ള ദൈവമക്കളെ നമുക്ക് എഴുന്നേറ്റേ മതിയാകും. ഹല്ലേലൂയ. കാരണം മറ്റൊന്നുമല്ല, ഇത് വളർന്നാൽ ഇത് മൂടോടെ തകർത്ത് കളയുവാൻ ഇവന് ചില വലിയ പദ്ധതികളുമായിട്ടാണ് കടന്നു വരുന്നത്. അത് മാറ്റിക്കളയുവാൻ ദിവസങ്ങളിൽ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ദർശനം പ്രാപിച്ചവരായി ഈ ദിവസം മുന്നേറുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രൈസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനായി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ്. പറ്റികയിൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനുള്ളതല്ല നമ്മുടെ തലമുറകളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ കുറിച്ചൊരു ഹൃദയത്തിനകത്തൊരു കത്തൽ നമുക്കുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ സഭ ഒന്നിച്ചു ചേർന്ന് അതിനായിട്ടൊന്ന് എഴുന്നേൽക്കുവാൻ, അതിനായിട്ടൊന്ന് പ്രവർത്തിക്കുവാൻ, അവരോട് കൂടെ നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സാധ്യതയില്ലാത്തിടത്ത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഇവിടെ നിന്ന് പുറപ്പെടുവാൻ ഒരു വിളി താമസമില്ലാതെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ അറിയാമല്ലോ, ഒന്നും അറിയത്തില്ലെങ്കിലും മുറിയിലിരുന്ന് ചില മണിക്കൂറുകൾ ചില വീണ്ടെടുപ്പുകാരന്റെ സ്ഥാനം ഏറ്റെടുത്ത് ചിലതിനെ വീണ്ടെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഹൃദയത്തിനകത്ത് കത്തലുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടൊന്ന് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ആ ചെറിയതിനെ കാണുന്നൊരു ദൈവമുണ്ട്. അത് വലുതിനെ കീഴടക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത് സഭയ്ക്കായി ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ഒരു ആത്മീയ ഉണർവ്. ആ ഉണർവ് വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കണം. ആ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിച്ച് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പിന്നീടുള്ള ചരിത്രം നോക്കിയാൽ ഈ മനുഷ്യനെ സ്തോത്രം വളരെ പ്രശസ്തി ആർജിച്ചൊരു മനുഷ്യനായി തീരുവാനിടയായി. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മോശയെ ഉയർത്തിയ ഒരു ദൈവം തമ്പുരാനുണ്ട്. ഗിദെയോനെ ഉയർത്തിയ ഒരു ദൈവം തമ്പുരാനുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവമക്കളെ. അതിനായി നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രയാണത്തിൽ നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സ്തോത്രം തളർന്നു പോകുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും പ്രതിസന്ധികളും കടന്നു വന്നേക്കാം. സ്തോത്രം. ശത്രു കൊണ്ടിടുന്ന ചില ചെറിയ ചെറിയ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിനെതിരെ കൊണ്ടുവന്നേക്കാം. എന്നാൽ സ്തോത്രം, നിന്നെ വിളിച്ച വിളിയുടെ ആശ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദർശനം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവവേദനേ, ദർശനം പ്രാപിച്ച ദൈവവേദനേ, ദിവസങ്ങൾ നമുക്ക് എഴുന്നേൽക്കേണ്ട സമയമായി. ഹല്ലേലൂയ. ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് അവൻ പോയി ലേവ്യ ഗ്രഹത്തിൽ തന്നെ പോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിലെ രാജാവിന്റെ കൽപ്പനയ്ക്കെതിരായി അവൻ നിൽക്കാൻ തുനിഞ്ഞെങ്കിൽ ശത്രുവിന് വലിയൊരു പദ്ധതിയാ ആ ചെറിയൊരു പദ്ധതി തകർത്ത് കളഞ്ഞത്. മനസ്സിലാക്കുക, ശത്രുവിന് വലിയൊരു പദ്ധതി തകർക്കുവാൻ ഈ ചെറിയ കൂട്ടത്തിന് പ്രൈസ് ദി ലോർഡ് ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ് നമ്മുടെ സഭയ്ക്ക് അത് കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ സഭയെ അതിനായി ഉണർത്തട്ടെ. ദേശത്ത് നിന്ന് ചില വിടുതൽ നടക്കുവാൻ, ദേശത്ത് ചില അതിക്രമങ്ങൾ മാറിപ്പോകുവാൻ, ചില ദുഷ്ടതകൾ മാറിപ്പോകുവാൻ, നമ്മുടെ തലമുറകൾക്ക് നിൽപ്പാൻ, ജീവിപ്പാൻ, പഠിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാ. ഇത് അധികം നാൾ നീണ്ടുപോകുകയില്ല. എന്നാൽ അത് അങ്ങനെ വിടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദർശനം പ്രാപിച്ച ദൈവസഭ എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, ലോകരാജാവിന്റെ കൽപ്പനയ്ക്ക് അപ്പുറമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ, അവന് ദർശനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ രാത്രി നമുക്ക് വലിയത് ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഫറവോനു ഞാൻ ഇനി അടിമയല്ല, ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നു
പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞതായ വിഷയവും നമ്മുടെ കടൽസിനെ ഓർത്തും പ്രൈസ് ലോർഡ് അവരുടെ ആത്മീക ഉണർവ് ഒരു ഉദ്ധാരണം അവർക്കുണ്ടാകുക. ആമേൻ. ചിന്തിച്ച ആലോചിച്ച കാര്യങ്ങളൊക്കെയും വളരെ വിശ്വസ്തയോടെയും ശക്തിയോടെയും ചെയ്തെടുക്കുവാൻ അത് സഭയ്ക്ക് അനുഗ്രഹമായി ഇടയാകരുത്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ശത്രുവിന്റെ ചെറിയ ചെറിയ പദ്ധതികളെ തകർക്കുവാൻ ദർശനം പ്രാപിച്ചവരായി ആമേൻ. സ്തോത്രം. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉണരുവാൻ ആത്മീക ഉണർവ് വ്യാപരിക്കുവാൻ ആമേൻ. സ്തോത്രം. അത് വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കുവാൻ അത് സഭയ്ക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ ഇടയാകേണ്ടത് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രാർത്ഥിച്ച് പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സന്ധ്യാസമയങ്ങളിലൂടെ കടന്നു വരുവാനും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനും തിരുവനന്തപുരത്തിലൂടെ കേൾപ്പാനും ഇടയാക്കിയ അവസരത്തിനായി സ്തോത്ര ശക്തിയോടെ അങ്ങയുടെ ദാസനങ്ങളുടെ വയലിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചിരുന്ന വിശാലമായ മന്ത്രങ്ങളോടും വരെയും കർത്താവേ ഇതിനെ നശിപ്പിക്കുവാൻ ദൈവിക പ്ലാനെ തകർക്കുവാൻ അവൻ പദ്ധതി വിടുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് കർത്താവേ ഞങ്ങൾ ഓരോ ദിവസവും മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കുന്ന കർത്താവേ, ആ പിശാചിന്റെ ആ കോട്ടകളെ തകർത്തതായി ഞങ്ങൾ ഈ രാത്രികാലം കേൾപ്പാൻ ഇടയായി. അവന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ ഒരു വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയ്ക്കെതിരായുള്ള പൈശാചികന്റെ എല്ലാ തന്ത്രങ്ങളെയും തകർക്കുവാനായി രാത്രികാലം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. വ്യക്തി ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന തന്ത്രങ്ങൾ, കുടുംബങ്ങൾക്കെതിരായ തന്ത്രങ്ങൾ സ്വർഗത്തിന് പോകുന്ന സകലധികാരമുള്ള നസറേയനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ തന്ത്രങ്ങളെയും ഞങ്ങൾ ശാസിച്ച് ജയമെടുക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിലായി ഉണർത്തിയെടുക്കുന്ന അവസ്ഥകളിൽ വ്യത്യാസം വരുവാൻ ഇടയാകുന്നതിനുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ നാൾ ഞങ്ങൾ കണ്ടു നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണേ കർത്താവേ. മന്ദിഭവിച്ച അനുഭവങ്ങളുടെ ഒരു വ്യത്യാസം വരുത്തി കർത്താവേ, നീ ഞങ്ങളെ ഉണർത്തിയെടുക്ക വേണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച ഭാഷണം വെച്ച് ഞങ്ങളുടെ യൂത്ത് ഒക്കെയും കടന്നു വന്ന് പല കാര്യങ്ങളെ പറ്റി ഒരു ഡിസ്കസ് ചെയ്യാൻ ഇടയായില്ല കർത്താവേ. കർത്താവേ, അത് കൺസ്ട്രക്റ്റീവായി ഡിസ്കസ് ചെയ്തതായ കാര്യങ്ങൾ സഫലീകൃതമായി തീരുവാൻ അത്ഭുതകരം പ്രവർത്തിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ സഭയുടെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുവാൻ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ ഈ ആത്മപകർച്ചയിലേക്ക് സഭയെ കൊണ്ടുവരുവാനായി ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അവസ്ഥയാണെന്ന് ഞങ്ങളോട് സംസാരിച്ചതോർത്ത് പടയിൽ പോകുമ്പോൾ നിന്റെ സാന്നിധ്യം കൂടെ വരവ് താമസിക്കുന്ന നാളെ പകർക്കാലം നിന്റെ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കണ കർത്താവേ. കർത്താവേ, ഇന്ന് കടന്നു വരുന്ന പോലെ അല്ല കർത്താവേ, വാസ്തവമായി നിന്നെ നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിന്നെ ആരാധിക്കുവാൻ, നിന്റെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ, നിന്റെ മനോഹരതയെ ആരാധിക്കുവാൻ സ്വർഗം കുരിഞ്ഞു നോക്കുന്ന ഒരു അനുഗ്രഹീതമായ ആരാധന നാളത്തെ പോകാൻ ആരും സഹായങ്ങളെ ഉപേക്ഷയായി ആർത്തിയോടെ കടന്നു വരുവാൻ, ശുഷ്കാന്തിയോടെ കടന്നു വരുവാൻ സമ്പൂർണമായി പൊന്നുനാഥന്റെ പാദമെടുത്ത് സഹോദരൻ സംസാരിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. പ്രിയപ്പെട്ടവർ ഫ്ലോറിഡയിൽ കടന്നു പോകുമ്പോൾ നാഥന്റെ സാന്നിധ്യം കൂടെ പോകണമേ. കുഞ്ഞിന്റെ അവസ്ഥയെല്ലാം കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണമായി ഞങ്ങളെ അടിയങ്ങളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയായി നടന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുവാൻ